ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ക്രിസ്മസിനൊരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു. എല്ലാവരും ക്രിസ്മസിൻ്റെ ആഘോഷത്തിലായിരിക്കുമ്പം ഞങ്ങൾ 25-ാം തീയതി രാത്രി ഇതുപോലെ അത്തപ്പൂക്കളത്തിന് കളമൊരുക്കുകയായിരുന്നു. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു മതസൗഹാർദ്ദം എന്ന നിലയിൽ നമ്മൾ ചെയ്തതാണെന്ന്. അല്ല, ഞങ്ങൾക്ക് 26, 27, 28 ദിവസങ്ങളിൽ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അവർ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വന്നിരുന്നത് തിരുവോണത്തിനന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ അത്തം കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്ക് കല്യാണത്തിനന്നും അതേ അത്തപ്പൂക്കളം തന്നെ വേണമെന്ന് വാശി പിടിച്ചു. അതുകൊണ്ട് തന്നെ 12 മണിക്ക് ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടി കയറ്റിയ സമയത്ത് ഞങ്ങൾ അത്തത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് കല്യാണത്തിലേക്ക് കിടക്കാം. ഈ കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ്. ചെക്കൻ ക്രിസ്ത്യനും മലയാളിയും, പെണ്ണ് ഹിന്ദുവും നോർത്ത് ഇന്ത്യനുമായിരുന്നു. സോ ഈ കല്യാണത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 ദിവസം 6 ഫംഗ്ഷൻസിനായിട്ട് നടത്തിയിരുന്നെങ്കിലും പല ഫ്ലവേഴ്സാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അവരുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇതുപോലൊരു കിറ്റ് എല്ലാ റൂംസിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സ്നാക്സ് തൊട്ടിട്ട് വയറിളകാനുള്ള ഗുളികയും ഗ്യാസ് പോകാനുള്ള മരുന്ന് വരെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും ഫംഗ്ഷൻസിനെ ഇവർ ഈ ഫ്ലവേഴ്സ് ചേഞ്ച് ചെയ്ത് മാറ്റുമായിരുന്നു. അതായത് ഹൽദി ആണെങ്കിൽ അതിനുള്ള കോസ്റ്റ്യൂംസ്, മെഹന്തി, അങ്ങനെ എല്ലാ ദിവസവും അവരുടെ ഫ്ലവേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. ഈ നോക്കുന്ന ആളെ നിങ്ങൾ നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മതി. അന്ന് മെഹന്തിയുടെ എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. അതുപോലെ ഞങ്ങൾക്ക് ഈവനിങ് ടൈം ഹൈ ടീ കൊടുക്കണമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ഹൈ ടീ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എല്ലാവരും കയറി ഇറങ്ങുന്നത് കൊണ്ട് ഞങ്ങളൊരു ബുദ്ധി പ്രയോഗിച്ചു. ഞങ്ങളുടെ ചായക്കട ഒന്ന് ഓപ്പൺ ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ചായക്കടയിൽ ചെറിയ പഴംപൊരി, പരിപ്പുവട, ഉള്ളിവട, പിന്നെ സ്നാക്സ്, ചെറിയ നാരങ്ങാ മിഠായി, പഞ്ചസാര മിഠായി, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളത് ചെയ്തു വന്നപ്പം ഞങ്ങൾ ലേഡീസ് ആയതുകൊണ്ട് അതൊരു കുടുംബശ്രീ കട പോലെ ആയും പോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേക്ക് ഞങ്ങൾ പ്ലെയിൻ ആയിട്ട് കൊടുത്തു. ഇവൻസുകാരാണത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കേക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. സെക്കൻഡ് ഈവനിങ്ങിലായിരുന്നു ക്രിസ്ത്യൻ വെഡ്ഡിങ്. അപ്പൻ്റെ കൈയും പിടിച്ച് പെണ്ണ് നടന്നു വരുന്നതാണിത്. അപ്പോൾ പുള്ളിക്കാരി ഒരു ഫാഷൻ ഡിസൈനറാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ടും ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത് കണ്ടില്ലേ, ഒരാൾ അപ്പുറത്ത് മാറി കോട്ടും അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഷോർട്ട്സ് പോലെ ഇട്ട് നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേക്കിനും ചിരി വരുമെങ്കിലും പക്ഷെ അതൊക്കെ ഒരുപാട് റേറ്റ് കൂടി അവരുടെ ഭയങ്കരമായിട്ടുള്ള ഫാഷൻ ഡ്രസ്സാണ്. അപ്പോൾ പെണ്ണ് ഇത്രയും ദിവസം ഇട്ടതും നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു. അന്ന് രാത്രിയിലത്തെ സ്റ്റേജും പിന്നെ പിറ്റേ ദിവസത്തെ മണ്ഡപവും എല്ലാം നമ്മുടെ ചക്രമുടി പീക്ക് ഫേസ് ചെയ്തിട്ടാണ്. പിന്നെ ഞങ്ങളിട്ട അത്തപ്പൂവിൻ്റെ അവിടെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ വന്ന് ഫോട്ടോസ്, വീഡിയോസൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രിയിൽ തന്നെ കോക്ടെയിൽ പാർട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നല്ല ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ലൈവ് ബൊഫയാണ് അടിച്ചത്. ഇതെല്ലാം സാലഡിൻ്റെ സെക്ഷൻസാണ്. അതുപോലെ നമ്മൾ അപ്പം, കപ്പ, പൊറോട്ട, നാന്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. വെജും നോൺ വെജും ആയിട്ട്. അവർ കൂടുതലും വെജിറ്റേറിയൻസ് ആണ്. ഈ നോർത്ത് ഇന്ത്യൻസിന് വെജിറ്റേറിയൻ ആണല്ലോ. അപ്പോൾ അന്ന് തന്നെ നമ്മൾ നല്ല നാടൻ മുളകിട്ട മീൻകറിയും അതുപോലെ കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെയുള്ള വെറൈറ്റീസ്. പിന്നെ മൂന്നാമത്തെ ദിവസം രാവിലെ ചെണ്ടമേളവും പഞ്ചവാദ്യമേളക്കാരും സദ്യയും ഹിന്ദു വെഡ്ഡിങ്ങും എല്ലാമാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ തന്നെ അവർ ചേഞ്ച് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. അന്നത്തെ അവരുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് എല്ലാവരും കേരള സാരിയും, ജെൻസ് എല്ലാം കേരള മുണ്ടും ഷർട്ടും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും അത് ഭയങ്കരമായിട്ട് ആ ഒരു മണ്ഡപവും ആ ഒരു സെറ്റും എല്ലാവരുടെയും കോസ്റ്റ്യൂമും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു മണ്ഡപം കാണാനായിട്ടും രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ചക്രമുടി പീക്കിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്. അന്ന് നമ്മൾ സദ്യ ഒരുക്കി. സദ്യക്ക് ഒരുപാട് കറികളുണ്ടായിരുന്നു. പാലക്കാട് വട്ടറുടെ സദ്യ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്കും ഇതുപോലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആണ്. കാരണം ആദ്യത്തെ ദിവസം അവസാനത്തെ ദിവസമേ പണി കാണുകയുള്ളൂ, ബാക്കിയുള്ള ദിവസം ചുമ്മാതേ ഇരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസോർട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.